ഹായൂൾ. അപ്പം നമ്മൾ ഇതാക്കണ കോട്ടയം വരെ പോകാൻ കേട്ടോ. കുട്ടിമാർ കോട്ടയത്താണ് വർക്ക്. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് കുട്ടിമാൻ കോട്ടയത്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടോ കുട്ടിമാരുടെ റൂമൊക്കെ കാണാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊക്കെ ഞാനും മക്കളും നല്ല എക്സൈറ്റ്മെന്റിൽ പോകുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ മതിയായിട്ടുണ്ട് കേട്ടോ. 6 മണിക്കൂറോളം 7 മണിക്കൂറോളം നമ്മൾ ട്രെയിനിൽ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിമാൻ ഭയങ്കര കളിയാക്കലാണ് കേട്ടോ. ഇപ്പൊ എന്തായി മതിയായോ എന്നൊക്കെ ചോദിക്കുകയാണ്. 3.5 മാസത്തിന് ശേഷം കുട്ടിമാൻ കൂടല്ലൂരിൽ വന്നിട്ട് 1 മാസത്തോളം നിന്നുകാണ്ട് ഇപ്പൊ അതൊക്കെ തിരിച്ചു പോകുന്നപ്പോൾ ഞങ്ങളും കൂടെ പോകുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ചാണ്ട് എത്തിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്. നമ്മൾ നിലമ്പൂരിൽ നിന്ന് കയറിയതുകൊണ്ട് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചെത്തിയപ്പോൾ ഭയങ്കര തിരക്കായിട്ടോ. ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്ത് പോരാന്ന് വിചാരിച്ചങ്ങാണ്ടൊക്കെ കൊടുത്തുട്ടോ. പക്ഷെ അതൊക്കെ നമ്മളെ വെയിറ്റിംഗിൽ ഇട്ടാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ പോരേണ്ടി വന്നു. നിലമ്പൂരിൽ നിന്ന് 3:15 ട്രെയിനാണ് കേട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു 2-3 മണിക്കൂറും കൂടി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മക്കൾ 3 കുട്ടിമാരെ കാൽമക്കൂടി മേതക്കൂടിയൊക്കെയാണ്. അങ്ങനെ ഏതായാലും കുട്ടിമാർ മക്കൾക്ക് പാട്ടൊക്കെ പാടി കൊടുക്കുകയാണ്. അങ്ങനെ കുറെ നടന്നും കടന്നും ഇരുന്നൊക്കെ ഇതാക്കണേ നമ്മൾ കോട്ടയത്ത് എത്തിയേ. അങ്ങനെ ഇതാക്കണ നമ്മളെ ലഗേജ് ഒക്കെ പൊറുക്കാണ് കേട്ടോ. ഇന്ത്യയും മക്കൾ തന്നെ ഉണ്ട് 2 ബാഗ്, പിന്നെ കുട്ടിമാരുടെ ഒരു ബാഗും ഉണ്ട്. അങ്ങനെ കോട്ടയത്ത് വണ്ടി ഇറങ്ങി നേരെ എന്തെങ്കിലും അടിച്ച് കയറ്റെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നാണ്ട് ഈ വരവ് കുട്ടിമാനെ പിന്നിട്ട് ഇവിടെ ഓരോരുത്തർ നേരെ ഈ സ്മൈലിട്ട് കളിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞോളാണെങ്കിൽ പൈച്ച് ഇനി നേരം വൈകാൻ ആ പ്ലേറ്റ് തിന്നുന്നുള്ള കോലത്തിലാണ്. ഇവിടെ ഒരുത്തി ഉറങ്ങിച്ചാൽ ഉറക്ക ക്ഷീണത്തിൽ അവരാണെങ്കിൽ ഉപ്പിട്ട് പഠിച്ചേക്കാം. നമ്മളെന്നാണെങ്കിൽ ഒന്നുമില്ല, ഉണങ്ങിയൊരു പാത്രം മുന്നിൽ ഇങ്ങനെ കുട്ടികൾ ഒരു കറി ഇല്ലാത്തതാവും ഗെയിമും കളിച്ചിട്ടിരിക്കും. റഷമോള് ഇരുന്ന് മടുത്ത് ലാസ്റ്റ് ഇതാക്കണ തെങ്ങും മീനും കടലൊക്കെ വരച്ചു തുടങ്ങി. എന്ത് ചെയ്യാനാ, ബംഗാളികളിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട വല്ലതും. ഞാനും മക്കളും നൂഡിൽസും ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്തേക്കുന്നത്. കുട്ടിമാൻ ചപ്പാത്തി മതി ഇറങ്ങാണ്ട് അങ്ങനെ കേട്ടോ. അപ്പൊ അങ്ങനെ ഒക്കെ തിന്നുകാണ്ട് നമ്മള് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത് നമ്മള് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ബസ് ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി ഇവിടെ എത്തിയിട്ടാണ് നമുക്ക് പോകാൻ. പിന്നെ കണ്ട് വരുന്ന ബസ് വന്നത് നമുക്ക് 12 മണിക്കാണ് കേട്ടോ. ട്രാഫിക്കിൽ കുടുങ്ങി പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കുട്ടികൾക്കാണ് മതിയായിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി നമ്മൾ പെട്ടെന്ന് കടന്നു കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കുട്ടിമാന്റെ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പിന്നെ കാണാട്ടോ. ബൈ.